എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ കുറെ ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നിങ്ങൾക്കുള്ള മോഡലുകൾ. മഹാനായ ആദം അലൈഹിസ്സലാം മുതൽ ഹബീബ് റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു, ഉസ്വത്തുൻ ഹസന, ദിസ് ഈസ് എ പെർഫെക്റ്റ് മോഡൽ, ബെസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ആർ അത് പിൻപറ്റിയോ അവർ ഈ ലോകവും ആ ലോകവും നേടി. അതിൽ വേറെന്തെല്ലാം പറഞ്ഞു? ടെക്നോളജി, അവർ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിച്ചത്, എങ്ങനെയാണ് വിവരിച്ചത്, അതിലുണ്ട് സിവിലൈസേഷണൽ ചേഞ്ചസ്. പഠിക്കുന്നവർ കാണാൻ പറ്റും. ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ തുണിയില്ലാതെ നടന്ന ആളുകളല്ലായിരുന്നു. ഏവിയേഷൻ ഇൻഡസ്ട്രി, ഞാൻ വിദ്യാർത്ഥികൾക്ക് 3 ദിവസമായി ക്ലാസ് കൊടുക്കുന്നു. ഒന്നരതും ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത് പ്ലെയിൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഖുർആനിലോ? അതെ, എയറോഡൈനാമിക്സിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ പരിശുദ്ധ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നു. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്, സമയം ഭയപ്പെടുന്നത് കൊണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഷിപ്പിംഗ് ടെക്നോളജി. നമ്മുടെ കുട്ടികളോട് നാം ചോദിക്കുക, ഹൂ ഇൻവെന്റഡ് ദ ഷിപ്പ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും, അക്കോർഡിംഗ് ടു ദ ബുക്ക് ഗിവൻ ടു മി ബൈ സ്കൂൾ 8,000 years ago in Norway, primitive people took the pine tree and removed the things from inside and used as a canoe. 8,000 വർഷങ്ങൾക്ക് മുമ്പ് നോർവേ എന്ന രാജ്യത്ത് പൈൻ ട്രീ മുറിച്ച് കൊച്ചുവഞ്ചികളാക്കിയിട്ടായിരുന്നു പോയിരുന്നത്. ഇന്ന് വസ്തവത് അലൽ ജുദി, ആ കപ്പലിനെ നാം ജുദി പർവ്വതത്തിന് മുകളിൽ ഇറക്കി എന്ന് പറഞ്ഞ ആ അവശിഷ്ടം പഠിച്ചുകൊണ്ട് ആർക്കിയോളജിക്കൽ എക്സ്പേർട്ടുകൾ പറയുന്നു, ഇന്ന് പോലും അത്തരം ഒരു ഷിപ്പ് ഇന്ന് വരെയും ഉണ്ടാക്കിയിട്ടില്ല. മഹാനായ ദുൽഖർനൈൻ അലൈഹിസ്സലാം തന്റെ യാത്രയിൽ ഒരു പ്രദേശത്ത് വന്നെത്തിയപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, ആ കാണുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് വലിയ ശല്യം, നിങ്ങൾ രക്ഷിക്കണം. ആതൂനി സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ നിങ്ങൾ പുറക്കിക്കൊണ്ടിരുക. ആ കാണുന്ന മലയിടുക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് വലിയൊരു ഇരുമ്പിന്റെ മറ സൃഷ്ടിച്ചു കൊടുത്തു. ഇന്ന് അന്വേഷകർ ചെന്നെത്തിക്കൊണ്ട് അതിന്റെ പാർട്ടെടുത്ത് പഠിച്ചിട്ട് പറയുന്നു, so far no process industry can make this Framport. ഒരൊറ്റ പ്രോസസ് ഇൻഡസ്ട്രിയും സ്റ്റീൽ ഒരുക്കുന്ന കമ്പനിയും ഇന്നില്ല. അത്രമാത്രം ശക്തമായ 5000 വർഷങ്ങൾക്ക് മുമ്പ് കാലം ഊതുക എന്ന് പറഞ്ഞ് കത്തിജ്വലിപ്പിച്ച് ഫർണസിൽ കത്തിച്ച് ഉണ്ടാക്കിയ ആ മതിൽ പോലത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇരുമ്പുരുക്കുന്ന ഫാക്ടറിയും ഇന്ന് അവൈലബിൾ അല്ല എന്ന് നോൺ മുസ്ലിം സയന്റിസ്റ്റുകൾ സമ്മതിക്കുന്നു. ഇതെല്ലാം ഖുർആനിലുണ്ട്. എന്നെ പറയാൻ സമയമില്ല. കുട്ടികൾ ചോദിച്ചു, ഇതൊക്കെ ഖുർആനിലോ? മരിച്ച വീട്ടിൽ ഓതാൻ മാത്രം ഉപയോഗിച്ച ഖുർആൻ ഇതൊന്നുമില്ല. അല്ലാത്ത ഖുർആനിൽ ഇതുണ്ട്. ഖുർആൻ ഒന്ന് മാത്രമേ എല്ലാവരും നാളെ പോയി പറയണ്ട. അയാൾ പറഞ്ഞു, മരിച്ച വീട്ടിൽ ഖുർആൻ വേറെ ഒന്നുണ്ട്, പഠിക്കാൻ വേറൊരു ഖുർആൻ ഒന്ന് മാത്രം. 6 അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിൽ തുടങ്ങി സൂറത്തുൻ നാസിൽ അവസാനിക്കുന്ന ആ ഖുർആനിൽ നാം കാണാത്തത് കൊണ്ടാണ്. വെറുതെ പറഞ്ഞതല്ല, ഫോസിലുകൾ അല്ലാഹു തആല മാറ്റി നിർത്തി. ആദം മലയിൽ പോകുന്നവർക്ക് കാണാൻ കഴിയും. ഈ ഫോസിലിനെ കുറിച്ച് ആർക്കും സംശയമില്ല. എന്തിന് ഈ ഫോസിലിനെ അല്ലാഹു മാറ്റി നിർത്തി? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന ഒരു കല്ല്, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന നാൾ വരെ വരുന്ന ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം. എന്നിട്ട് നിങ്ങൾ ഇബ്രാഹിം മുസല്ല, ഇത് മഖാം ഇബ്രാഹിം മുസല്ലയാണ്. ഇത് ലെബനോ ഏറ്റവും കൂടുതൽ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരുന്ന പ്രദേശം ഫലസ്തീൻ ആണ് എങ്കിൽ ഈ കല്ല് എന്തുകൊണ്ട് ആ ഫലസ്തീനിൽ പ്രതിഷ്ഠിച്ചില്ല? നാം മനസ്സിലാക്കുന്നു, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുഖേന നാം മനസ്സിലാക്കുന്നു, കഅബം എന്ന് തകരുന്നുവോ അത് ലോകാവസാനമാണ്. ആ ലോകാവസാനം വരെയും ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന നാൾ വരെയും അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് വത്തഖദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, മക്കയിൽ പോകുന്നവർ ആ കാൽപാദത്തിന്, ഏതായി കാൽപാദം? അല്ലാഹുവിന്റെ ഭവനം സൃഷ്ടിക്കുമ്പോൾ, ഇന്ന് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുമ്പോൾ കയറി നിന്ന് സ്കഫോൾഡ്, ആ കല്ല് സഹായിച്ചു കൊടുത്തു നീങ്ങാനും മാറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ. ആ കല്ലിനെ, ആ ഫോസിലിനെ എന്നേക്കുമായ ഒരു ദൃഷ്ടാന്തമായി അല്ലാഹു മാറ്റിവെച്ചു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി?
ആരൊരുത്തൻ എന്തെല്ലാം പ്രതിരോധങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം അക്രമങ്ങൾ ഉണ്ടായാലും എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നേരത്തെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ വേണ്ടി അന്ന് വരെ പരിചയമില്ലാത്ത തീക്കുണ്ടമാണ് നമ്രൂദ് ഒരുക്കിയെങ്കിൽ ആ തീക്കുണ്ടത്തിൽ നിന്ന് സുസ്മേരവദനായിട്ടായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എണീറ്റ് പോകുന്നത്. ദൃഷ്ടാന്തമായി മാറ്റിവെച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ ആ മഖാമ ഇബ്രാഹിമിന് പിന്നിൽ നിന്നുകൊണ്ട് അതിന് പിന്നിൽ നിന്ന് നിസ്കരിക്കണം. ക്രിസ്ത്യാനികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അബ്രഹാമിനെ കുറിച്ച് ഹിന്ദു ഫിലോസഫിലും ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നിടത്ത് കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസിൽ ആളുകൾ പറയാറുണ്ട് ഈ ബ്രഹ്മാവ് എന്ന് ഇതിൽ കാണുന്നത്. കാരണം ഊനുള്ളുന്ന രീതിയിലാണ് നാം അത് ധരിച്ചുകൊണ്ട് കാബം തവാഫ് ചെയ്യാറ്. കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസിന്റെ ഭാഗത്തും ഇബ്രാഹിം എന്നതിന്റെ പ്രാധാന്യം അറിയിക്കുന്നു. എല്ലാ ആളുകളും ഖലീലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്ന് അത് സൂക്ഷിച്ച് ഭദ്രമായി വെച്ചിരിക്കുന്നു മനുഷ്യകുലത്തിന് മുഴുവൻ ബർക്കത്തെടുക്കാൻ വേണ്ടി. ഒരു കാലത്ത് വലിയൊരു പ്രളയമുണ്ടായി, വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കത്തിൽ ഒരു കപ്പലുണ്ടാക്കാൻ മഹാനായ നൂഹ് അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു. ഈ കപ്പലിൽ ലോകം മുഴുവൻ യാത്ര ചെയ്തു. ഇന്ന് ആ കപ്പലിന്റെ അവശിഷ്ടം പോയി പഠിച്ചുകൊണ്ട് ആളുകൾ പറയുന്നു ഇന്നത്തെ ഷിപ്പിംഗ് ടെക്നോളജി ഒന്നുമല്ല. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മേൽനോട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞിരുന്നു ഉണ്ടാക്കിയ ആ കപ്പലിന്റെ സ്ട്രക്ചർ 3 തട്ടുകൾ ഉണ്ടായിരുന്നു. ആ കപ്പലിന് ഒരു തട്ടിൽ ആളുകൾ, ഒരു തട്ടിൽ ധാന്യങ്ങൾ, മറ്റു തട്ടിൽ ജീവികൾ. ആ ജീവികൾ പേരായിട്ടായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാം കളക്ട് ചെയ്തത്. അതിനങ്ങനെ ആ കപ്പൽ സഞ്ചരിച്ചു. ആ ജൂതി പർവ്വതത്തിന് മുമ്പിൽ അത് നങ്കൂരമിട്ടു. അതിന്റെ അവശിഷ്ടം പഠിച്ചുകൊണ്ട് അവർ പറയുന്നു പഠിച്ചതിന്റെ ഭാഗങ്ങളാണ് എന്തൊരു ബയോൻസ് കപ്പലിൽ ലോകം മുഴുവൻ യാത്ര ചെയ്തു. ഇന്ന് ആ കപ്പലിന്റെ അവശിഷ്ടം പോയി പഠിച്ചുകൊണ്ട് ആളുകൾ പറയുന്നു ഇന്നത്തെ ഷിപ്പിംഗ് ടെക്നോളജി ഒന്നുമല്ല. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മേൽനോട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞിരുന്നു ഉണ്ടാക്കിയ ആ കപ്പലിന്റെ സ്ട്രക്ചർ 3 തട്ടുകൾ ഉണ്ടായിരുന്നു. ആ കപ്പലിന് ഒരു തട്ടിൽ ആളുകൾ, ഒരു തട്ടിൽ ധാന്യങ്ങൾ, മറ്റു തട്ടിൽ ജീവികൾ. ആ ജീവികൾ പേരായിട്ടായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാം കളക്ട് ചെയ്തത്. അതിനങ്ങനെ ആ കപ്പൽ സഞ്ചരിച്ചു. ആ ജൂതി പർവ്വതത്തിന് മുമ്പിൽ അത് നങ്കൂരമിട്ടു. അതിന്റെ അവശിഷ്ടം പഠിച്ചുകൊണ്ട് അവർ പറയുന്നു പഠിച്ചതിന്റെ ഭാഗങ്ങളാണ് എന്തൊരു ബയോൻസ്. ആ ഫിർഔനെ ഇന്നും ദൃഷ്ടാന്തമായി നാളെ ബയോടെക്നോളജിയുടെ മാനത്തിലൂടെ, ജനറ്റിക്സ് എഞ്ചിനീയറിംഗിന്റെ മാനത്തിലൂടെ ആ ഫിർഔനിന്റെ ശരീരത്തിൽ നിന്ന് ഒരു സെല്ലെടുത്ത് ഈ ഫിർഔന്റെ ഒരു ക്ലോൺ, ഒരു കോപ്പി ഉണ്ടാക്കി ഈജിപ്തിന്റെ സ്ട്രീറ്റിലൂടെ ഈ റമസീസ് ഒക്കെ നടന്നു പോയാൽ ഞാൻ അത്ഭുതപ്പെടുകയില്ല. അന്നും ഖുർആൻ ജീവിക്കുന്ന ടെക്നോളജിയുടെ കാലഘട്ടത്തിലും ഖുർആന്റെ ആയത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി റമസീസ് സെക്കൻഡ് നടന്നു പോകും ഈജിപ്തിലെ തെരുവീതിയിലൂടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും അതേ ആത്മാവ് തന്നെ ആയിരിക്കുമോ? അല്ല, അത് ശിക്ഷ ഏൽക്കേണ്ട ആത്മാവ് അവിടെ ശിക്ഷ ഏറ്റുകൊണ്ടിരിക്കും. ക്ലോൺ ഉണ്ടായിക്കൊണ്ടിരിക്കും. നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമായ ഒരു ഫിലിം, ഡോക്യുമെന്ററി ഫിലിം ഞാൻ കണ്ടു കഴിഞ്ഞാൽ അർത്ഥം ശാസ്ത്രം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ കാണിച്ച ആളുകൾ അവരുടെ അവരൊക്കെ ഉണ്ടാക്കിയ ആ കെട്ടിടത്തെ വെല്ലുന്ന ഒരു കെട്ടിടം ഇന്ന് വരെ ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആട് സമൂഹം ഉണ്ടാക്കിയ മല തുരന്ന് സ്വയം നഖം ഉപയോഗിച്ച് തുരന്ന് ഉളിയെ പോലെ നഖം ഉപയോഗിച്ച് അവരുണ്ടാക്കിയ ആ വീടിനെ പോലെ. നിങ്ങൾ വിചാരിക്കുന്നത് കളവ് പറയണം. എന്റെ കയ്യിൽ സ്ലൈഡുണ്ട്. ബാബിലോൺ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്രൂദിന്റെ കൊട്ടാരത്തിന്റെ ഒരു ഫോട്ടോ. ഇന്നത്തെ അബുദാബിയിൽ ഉണ്ടാക്കിയ എമിറേറ്റ്സ് പാലസിനെ കവച്ചു വെക്കുന്ന ആർക്കിടെക്ചർ ബ്യൂട്ടിയുള്ള 5000 വർഷം മുമ്പുള്ള ബിൽഡിംഗ് നമുക്ക് കാണാൻ കഴിയും. നമ്മളെക്കാളും കെങ്കേമന്മാർ നമ്മുടെ പൂർവികരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇതെന്തിനാണ് മാറ്റിവെച്ച് ഫോസിലെ ഇത്തരം വമ്പന്മാരെയും കൊമ്പന്മാരെയും എങ്ങനെയാണ് നാം തറ പറ്റിച്ചത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. ഇനി ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഖുർആന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ വർദ്ധിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞിരുന്നു മാറി മാറി വന്ന സയൻസ് നമ്മോട് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു ഭൂമി ചലിക്കുന്നില്ല. ഭൂമി ചലിക്കുന്നു എന്ന് പറഞ്ഞ ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞനെ അന്നത്തെ അതോറിറ്റീസ്, ഗവൺമെന്റ് വാൺ ചെയ്തു. അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും. അതോറിറ്റീസിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം കുറ്റം സമ്മതിച്ചു.
എന്നിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്റ്റിൽ ഇറ്റ് മൂവ്സ്. തന്റെ ടെലിസ്കോപ്പിലുള്ള താൻ കണ്ട സത്യം തുറന്നു പറയാതിരിക്കാൻ ഗലീലിയോ കഴിഞ്ഞില്ല. ആ സമയത്തും ഖുർആൻ പറഞ്ഞു, വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. 950 മാത്രമാണ് സയൻസ് നമ്മോടത് പറഞ്ഞു തരുന്നത്. ആ മഞ്ഞ സാധനം സൂര്യനാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നു. വശംസു തജ്രീ. As the sun travels through our galaxy. ഞാൻ പറഞ്ഞു, നാം ഇരിക്കുന്ന ഈ സൂര്യൻ, ഈ ഭൂമി, നിങ്ങളുടെ നാട്ടിലെ മണവാട്ടിപ്പെടിട്ടും കൈകൊട്ടി കളിച്ച് നടക്കുന്നത് പോലെ സൂര്യന് ചുറ്റും ഒരു കൂട്ടം ഗ്രഹങ്ങൾ, ഭൂമി ഇറങ്ങുന്ന ഗ്രഹം നമ്മളെയും കൊണ്ട് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്നാകെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്നാകെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ശാസ്ത്രം 1800 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇന്നാ ലമൂസിഊൻ. അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾപ്പെട്ട ചില ആളുകൾ, മലയാളത്തിൽ പരിഭാഷ എഴുതിയ ആളുകൾ ഇവിടേക്ക് ഒരു മടി കാണിച്ചു, ഒരു ലുബ്ധത കാണിച്ചു. ശാസ്ത്രത്തിന് തെറ്റായി പോകുമോ എന്നതിനു വേണ്ടി അവിടേക്ക് അർത്ഥം മാറ്റിയിടാൻ ശ്രമിച്ചു. ഗലീലിയോ സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അന്നത്തെ അധികാരികൾ അത് ചലിക്കില്ല എന്ന് സ്ഥാപിച്ചപ്പോഴും ഖുർആൻ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമ്മമാർ, വെല്ലിമ്മമാർ അമ്മ അരക്കുമ്പോഴും അത് ഓതിക്കൊണ്ടിരുന്നു. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. വഇന്നാ ലമൂസിഊൻ. അങ്ങനെ ചലിക്കുക മാത്രമല്ല, ഒന്നടങ്കം ഒരു കുട്ടിയുടെ വായിലിരിക്കുന്ന ബലൂൺ കണക്കെ അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രം ഹബ്ബിൾ ടെലിസ്കോപ്പിന്റെ സഹായത്താൽ മാത്രം നോക്കി മനസ്സിലാക്കിയ സംഭവം, ടെലിസ്കോപ്പ് എന്തെന്നറിയാത്ത, മൈക്രോസ്കോപ്പ് എന്തെന്നറിയാത്ത, സയൻസ് എന്തെന്നറിയാത്ത കാലത്ത് ഉമ്മിയായ ഹബീബ് റസൂലുള്ളാഹി തന്റെ സഖാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇന്നാ ലമൂസിഊൻ. നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് സ്ലൈഡാണ്. വദൂ ചെയ്യാൻ കൽപ്പിച്ചു നിസ്കാരത്തിന് മുമ്പ്. വദൂവിന്റെ മസ്അല പഠിപ്പിക്കുന്ന ഫുഖഹാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു, ആദ്യമായി വെള്ളമൊന്ന് ഒലിപ്പിക്കുക, രണ്ടാമത് ഉരച്ച് കഴുകുക. വദൂ ചെയ്യുമ്പോൾ അവയവം മുഴുവൻ നനക്കാത്ത യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ, അടുത്ത സ്ലൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് സമ്മതിക്കുന്നു, അക്യൂപ്രഷർ എന്ന ട്രീറ്റ്മെന്റിന്, ഫിറ്റ്സ്ജെറാൾഡ് എന്ന മോഡേൺ ENT സ്പെഷ്യലിസ്റ്റ് ആണ് അമേരിക്കൻ ലോകത്തിന് ഈ ഒരു ട്രീറ്റ്മെന്റ് പരിചയപ്പെടുത്തിയത്. അക്യൂപ്രഷർ. ദുബായിലും അബുദാബിയിലും ലണ്ടനിലും അമേരിക്കയിലും മലേഷ്യയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വാതിക്കെ തന്നെയും അക്യൂപ്രഷറിന്റെ സെന്റേഴ്സ് തരാം. അവർ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമല്ല നിങ്ങളുടെ ഈ മനസ്സും ജീവിതവും. തൊട്ടാൽ വാടുന്ന സാധനമല്ല ഈ മനുഷ്യ ശരീരം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നല്ല രീതിയിൽ സൃഷ്ടിച്ച ഈ സാധനം അങ്ങനെ കേടാവുന്ന സാധനം അല്ല. എന്നിട്ട് അക്യൂപ്രഷറുകാർ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ ഏതാനും 700 പോയിന്റുകളുണ്ട്. ഇടയ്ക്കൊക്കെ ഈ പോയിന്റൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം. എന്തിനാ? പ്രഷർ ഒന്ന് കുറയാൻ. എന്റെ സുഹൃത്ത് ജർമ്മനിയിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം വയറ്റിൽ ന്യൂക്ലിയർ മെഡിസിനുമായി നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, തൻ ഡോക്ടർ പറഞ്ഞു, ഇത് വലിയ കട്ടിയുള്ള മരുന്നാണ്, ഇടയ്ക്ക് നിങ്ങൾക്ക് പ്രഷർ കൂടിയാൽ, ശരീരം ചൂടായാൽ നിങ്ങൾ ചെറിയ ഒന്ന് കഴുകി കൊടുക്കുക. വൈദ്യശാസ്ത്രം സംബന്ധിച്ചിട്ട് പറയുന്നു, ബയോളജിക്കലി ആക്റ്റീവ് സ്പോർട്സ് നിങ്ങളുടെ ബോഡിയിലുണ്ട് 700 എണ്ണം. ഇടയ്ക്കൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം. പണ്ടൊക്കെ നമ്മൾ പിക്കാസൊക്കെ പിടിച്ചത് വെട്ടിയപ്പോഴൊക്കെ അത് കിട്ടിയിരുന്നു. ഇന്നതിനും സമയമില്ലല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ഈ പ്രഷറും കൊളസ്ട്രോളും കൂടി വരുന്നത്. ഈ 700 എണ്ണത്തിൽ 66 എണ്ണം പ്രത്യേക ശ്രദ്ധ വേണ്ട പോയിന്റുകളാണ്. 66-ൽ 61 വരുന്നത് നാം വദൂ ചെയ്യുന്ന ഭാഗങ്ങളിലാണ്. വദൂ ചെയ്യുമ്പോൾ കൈയൊന്ന്
നീട്ടിക്കഴുകുക എന്ന് യുവാക്കളോട് പറഞ്ഞാൽ മടിക്ക് നടക്കുന്ന യുവാവേ ഒന്ന് ശ്രദ്ധിക്കുക. വൈദ്യശാസ്ത്രം പറയുന്നു ഈ 61 പോയിന്റുകളും പ്രത്യേക ശ്രദ്ധ വേണ്ട പോയിന്റുകൾ വരുന്നത് മുഴുവൻ ഈ ഒദുവിന്റെ ഭാഗങ്ങളിലാണ്. ഫുഖാക്കൾ പറയുന്നു നിങ്ങൾ ഒദു ചെയ്യുമ്പോൾ ആദ്യം വെള്ളം ഒന്ന് ഒലിപ്പിക്കുക, രണ്ടാമത് തിരുമ്മി കഴുകുക. ഉസാഖുമാർ പറഞ്ഞിരുന്നു വെള്ളം ഇടയ്ക്ക് തിരികെ കൊടുക്കുക. ഈ വെള്ളം ഇടയിലൊക്കെ അത്തരം പോയിന്റുകൾ ഉണ്ട്, അത്രേ കഴിഞ്ഞില്ല.